അങ്ങനെ കുറെ കാലത്തിന് ശേഷം നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വരാൻ നിവിൻ പോളി എവിടെയും പോയിട്ടില്ല എന്ന് മറുപടിയാണ് പലരും പറഞ്ഞു കേട്ടത്. പക്ഷേ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെക്കാൾ ഒരുപടി മേലെ തന്നെയാണ് ഇന്ന് നിവിനിന്റെ പെർഫോമൻസ്. വെറും 10 ദിവസം കൊണ്ട് സർവമായ 100 കോടി ക്ലബിൽ എത്തി നിൽക്കുമ്പോൾ നിവിൻ പോളി എന്ന ആക്ടർ വീണ്ടും മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറിയിരിക്കുകയാണ്. അത്രമാത്രം നല്ല അഭിനയമായിരുന്നു സർവമായല്ലേ ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെ മുഴുവനായും പറയാൻ പറ്റില്ല. നല്ലൊരു കഥാപശ്ചാത്തലവും കഥാപാത്രവും കിട്ടിയപ്പോൾ നിവിനെ പോലെ ഒരു ആക്ടറിനെ ഡയറക്ടർ അഖിൽ സത്യൻ നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്നാണ് സത്യം. പക്ഷെ എന്തുകൊണ്ട് മുമ്പ് വന്ന സിനിമകൾക്ക് ഇത്ര സക്സസ് വന്നില്ല? എന്നാൽ അതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ നിവിൻ പോളി ഇവിടെ എത്തി? അതിനുവേണ്ടി നിവിൻ ഉപയോഗിച്ച തന്ത്രം എന്താണ്? അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിവിൻ പോളിയുടെ കഥ തുടങ്ങുന്നത് ഏതാണ്ട് 15-16 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 2010-ലാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നിവിൻ പോളി മലർവാടി ആർട്സ് ക്ലബ് സിനിമയുടെ ഓഡിഷന് വന്നതും അങ്ങനെ വിനീത് ശ്രീനിവാസൻ വഴി സിനിമയിലേക്ക് വന്നതുമൊക്കെ നമുക്കറിയാവുന്ന കഥയാണ്. സിനിമയിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് മലർവാടി ആർട്സ് ക്ലബ്ബ് നിവിന്റെ കരിയറിലെ ഒരു ഇമ്പോർട്ടന്റ് പടം തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് 2011-ലും 2012-ലും കുറേ സിനിമകളിലും ചെറുതായും വലുതായുമുള്ള ക്യാരക്ടറുകളിൽ നിവിൻ പോളി എത്തിയെങ്കിലും 2012-ൽ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ വന്ന തട്ടത്തിൻ മറയത്ത് നിവിൻ പോളിക്ക് വലിയൊരു ട്രാക്ക് ഓണാക്കി കൊടുത്തു. പിന്നീട് 2013-ൽ അൽഫോൺസ് പുത്തന്റെ ഡയറക്ഷനിൽ വന്ന നേരം നിവിൻ പോളിക്ക് മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിവിൻ പോളിക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. വെറും 1.5 കോടി ബഡ്ജറ്റിൽ വന്ന നേരം ഏതാണ്ട് 19 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. പക്ഷേ അതേ വർഷം വേറെയും സിനിമകൾ നിവിൻ്റെതായി വന്നെങ്കിലും നേരം ആ വർഷത്തെ വലിയൊരു ഹിറ്റ് സിനിമയായി. പിന്നെ 2014 ആയപ്പോഴേക്കും നിവിന്റെ തലവര തെളിയാൻ തുടങ്ങി. കാരണം ആ വർഷമായിരുന്നു ശരിക്കും നിവിൻ പോളിയുടെ വർഷം. ആ വർഷം ഒരു ക്യാമിയോ ഉൾപ്പെടെ 4 സിനിമകൾ വന്നു. 1983 ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ. ആ വർഷം എബ്രിഡ് ഷൈൻ്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു 1983. അത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ടറിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡും നിവിൻ പോളിക്ക് കിട്ടിയിരുന്നു. വെറും 2 കോടി ബഡ്ജറ്റിൽ വന്ന പടം 12 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു. പിന്നെ ജൂഡാഞ്ജലി ചെയ്ത ഓം ശാന്തി ഓശാന നിവിന് ഒത്തിരി ഫാൻസ് ഉണ്ടായി കൊടുത്തു. അതും നിവിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു. 2.5 കോടി ബഡ്ജറ്റിൽ വന്ന ഓം ശാന്തി ഓശാന 11 കോടി രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി. ബാംഗ്ലൂർ ഡേയ്സ് നിവിന്റെ വേറിട്ടൊരു അഭിനയം കാണിച്ചു തന്നു. അഞ്ജലി മേനോന്റെ ഡയറക്ഷനിൽ വന്ന ബാംഗ്ലൂർ ഡേയ്സ് നിവിൻ ഭാഗമായ ആ വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. 7 കോടി ബഡ്ജറ്റിൽ വന്ന പടം 44 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു. വിക്രമാദിത്യൻ സിനിമയിൽ ക്യാമിയോ റോളിലാണ് നിവിൻ പോളി എത്തിയതെങ്കിലും അതും ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. തുടർന്ന് 2015-ലും 4 സിനിമകൾ ചെയ്തെങ്കിലും വടക്കൻ സെൽഫിയും പിന്നെ പ്രേമവും നിവിൻ പോളി എന്ന ആക്ടർ മലയാളത്തിന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു തന്നു. വിനീത് ശ്രീനിവാസന്റെ സ്ക്രീൻ പ്ലേയിൽ ജി പ്രജിത് ഡയറക്ട് ചെയ്ത പടമായിരുന്നു ഒരു വടക്കൻ സെൽഫി. കോമഡി ത്രില്ലർ ജോണിൽ വന്ന പടം നിവിൻ പോളിക്ക് മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. 4 കോടി ബഡ്ജറ്റിൽ വന്ന വടക്കൻ സെൽഫി ഏതാണ്ട് 25 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി. പിന്നെ പ്രേമം, അത് പിന്നെ പറയണോ? നിവിൻ പോളി എന്ന ആക്ടറിന്റെ ഹൈ പൊട്ടൻഷ്യൽ കാണിച്ചെന്ന പക്ക എന്റർടൈനർ. അൽഫോൺസ് പുത്തന്റെ ഡയറക്ഷനിൽ വന്ന പ്രേമം നിവിൻ പോളിയുടെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. ആ ഒരു സിനിമയുണ്ടാക്കിയ റീച്ച് വളരെ വലുതായിരുന്നു. നിവിൻ പോളിക്ക് അതുവഴി വൈഡായ ഓഡിയൻസിനെ കവർ ചെയ്യാൻ സാധിച്ചു. ഒപ്പം നിവിൻ പോളിക്ക് വലിയൊരു ഫാൻ ബേസും കൂടി ക്രിയേറ്റ് ചെയ്ത സിനിമയായിരുന്നു പ്രേമം. നല്ല ഹിറ്റ് പാട്ടുകൾ ഉൾപ്പെടെ മറക്കാൻ പറ്റാത്ത ഒത്തിരി സീനുകളുള്ള പക്ക എന്റർടൈനർ പടമായിരുന്നു പ്രേമം. 4 കോടി ബഡ്ജറ്റിൽ വന്ന പ്രേമം 75 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. അത് അക്കാലത്ത് വലിയൊരു കൊമേഴ്ഷ്യൽ സക്സസ് തന്നെയായിരുന്നു. പ്രേമത്തിലൂടെ നിവിൻ പോളിയുടെ റേഞ്ച് തന്നെ മാറിയെന്ന് പറയാം. പക്ഷേ അവിടെ നിങ്ങോട്ട് ഒരുപാട് സിനിമകൾ വന്നെങ്കിലും പ്രേമം പോലൊരു സിനിമ നിവിൻ പോളിക്ക് ഇതുവരെ കിട്ടിയില്ലെന്നതാണ് സത്യം. തുടർന്ന് 2016-ൽ വന്ന ആക്ഷൻ ഹീറോ ബിജുവും ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യവും നല്ല സിനിമകൾ തന്നെയായിരുന്നു. എബ്രിഡ് ഷൈൻ്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ഹീറോ ബിജുവിൽ പോലീസായി എത്തിയ നിവിൻ പോളി വേറെ ലെവൽ ആക്ടിംഗ് ആയിരുന്നു. നേരെ മറിച്ച് ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ നല്ലൊരു ഡീസൻ്റായ ക്യാരക്ടർ കൂടിയായിരുന്നു. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിവിൻ സ്റ്റെക്കായി തുടങ്ങിയെന്ന് പറയാം. പിന്നീട് 2017-ൽ അൽതാഫ് സലീമിന്റെ ഡയറക്ഷനിൽ വന്ന ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, അതും നല്ല സിനിമയായിരുന്നു. പക്ഷേ അതേ വർഷം വന്ന സഖാവും റിച്ചിയുമൊക്കെ ആവറേജ് സിനിമകളായിരുന്നു. പിന്നെ 2018-ൽ നിവിൻ പോളിയുടേതായി വന്ന കായംകുളം കൊച്ചുണ്ണി ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നെങ്കിലും ഓഡിയൻസിന് അവരുടെ പഴയ നിവിനെ കിട്ടാതെ പോയത് വലിയൊരു നഷ്ടമായിരുന്നു. പക്ഷേ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു കായംകുളം കൊച്ചുണ്ണി. 40 കോടി ബഡ്ജറ്റിൽ വന്ന പടം ഏതാണ്ട് 70 കോടിയോളം രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി. പിന്നീട് 2019-ൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം അത് ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ ഡയറക്ഷനിൽ വന്ന ഈ സിനിമ നിവിൻ പോളിക്ക് വീണ്ടും ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഹിറ്റായി മാറി. 20 കോടി ബഡ്ജറ്റിൽ വന്ന ലവ് ആക്ഷൻ ഡ്രാമ 50 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി. ശേഷം അവിടെ നിന്ന് തുടങ്ങി നിവിൻ പോളിയുടെ ഡൗൺഫോൾ. COVID-19-ഉം ലോക്ക്ഡൌണും വന്നതോടുകൂടി എല്ലാം മാറി മറിഞ്ഞു. അതിനിടയ്ക്ക് 2021-ൽ ഡയറക്റ്റ് OTT വന്ന കനകം കാമിനി കലഹം മറ്റൊരു നല്ല സിനിമയായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് 2022-ലും 2023-ലും പറയത്തക്ക വിധം നല്ല നിവിൻ പോളി സിനിമകളൊന്നും വന്നില്ല. സോ ഇക്കാലയളവിൽ നിവിൻ തടിക്കുകയും ഒരുപാട് ബോഡി ഷെയ്മിംഗ് നേരിടുകയും ചെയ്തു. 2024-ൽ വന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വന്ന് ഞെട്ടിച്ചിരുന്നു നിവിൻ പോളി. മലയാളത്തിൽ നിവിൻ പോളി എന്ന നടനുണ്ടെന്നും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് എന്നൊക്കെ നമ്മളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി നിവിൻ പോളി. അതൊരു കംബാക്ക് തന്നെയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും. അതേ വർഷം അതായത് 2024-ൽ വന്ന മലയാളി ഫ്രം ഇന്ത്യയും അത്യാവശ്യം നല്ല സിനിമയായിരുന്നെങ്കിലും വലുതായിട്ടൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നിവിൻ പോളി തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുന്ന മലയാളിക്ക് സാക്ഷാൽ സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സമ്മാനിച്ച സിനിമയായിരുന്നു സർവമായ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മലയാളിക്ക് ആ വലിയ നടനെ തിരിച്ചു കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ചെറിയ ബഡ്ജറ്റിൽ വന്ന സർവമായ ഒത്തിരി ആളുകളെ തിയേറ്ററിൽ പോയി കാണാൻ പ്രേരിപ്പിക്കുകയും
വെറും 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ വരെ എത്തി നിൽക്കുമ്പോൾ നിവിൻ പോളി എന്ന ആക്ടറിന്റെ കാലിബർ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഒരു ചെറിയ പടം തന്നെ ഇത്ര ഹിറ്റാവുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി പടം കൂടി വന്നാൽ പുതിയ റെക്കോർഡുകൾ ഇനിയും ക്രിയേറ്റ് ചെയ്യും നിവിൻ പോളി. ഇതിനിടെ ഹോട്ട്സ്റ്റാർ വഴി വന്ന ഫാർമ എന്ന സീരീസും കിടിലനായിരുന്നു. സോ ശരിക്കും ഇത് തന്നെയാണ് നിവിൻ പോളിയുടെ കംബാക്ക്. ഇതോടുകൂടി വീണ്ടും ട്രാക്കിലായിട്ടുണ്ടെന്ന് പറയാം. 2026-ലും നിവിൻ പോളിയുടെ സിനിമകളുടെ വലിയൊരു ലൈനപ്പ് തന്നെയുണ്ട്. മലയാളത്തിൽ 3 സിനിമകൾ വരുന്നുണ്ട്: ബേബി ഗേൾ, ഡിയർ സ്റ്റുഡൻസ്, ബത്ലഹേം കുടുംബ യൂണിറ്റ്. തമിഴിൽ 7 കടൽ 7 മലൈ, പിന്നെ ബെൻസ് തമിഴിൽ പോപ്പുലർ ഡയറക്ടറായ ലോകേഷ് കനകരാജിന്റെ ഏഡിയായ ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ട് ചെയ്ത് രാഘവ ലോറൻസ് നായകനായി വരുന്ന സിനിമയാണ്. ഈ സിനിമയിൽ നിവിൻ പോളി വില്ലനായിട്ടാണ് എത്തുന്നത്. സോ ബെൻസ് എന്ന സിനിമയ്ക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് കരുതിയവർക്ക് നിവിനിന്റെ മറുപടി ഇനി നല്ല സിനിമകളിലൂടെയാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിവിൻ പോളി ഇനിയും ഒത്തിരി നല്ല ഹിറ്റ് സിനിമകൾ നമുക്ക് നൽകുമെന്ന് വിശ്വസിക്കാം. നിവിൻ പോളിയുടെ കംബാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.